ഹായ്, അങ്ങനെ അവസാനം ഞാനും ഫുൾജാർ ഉണ്ടാക്കി കേട്ടോ. എല്ലാവരും ഇപ്പോൾ ഫുൾജാർ സോഡയുടെ ഒരു തരംഗത്തിലാണെന്നറിയാം. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ് ഫുൾജാർ സോഡ. വളരെ എളുപ്പമാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗി, ഇത് കുടിക്കുന്ന ഒരു രുചിയേക്കാളും കൂടുതൽ ഇത് ഉണ്ടാക്കുമ്പോൾ കാണാനുള്ള ഒരു അഴക് ഭയങ്കരമാണ്. ഈ സോഡ നമ്മൾ കളർഫുള്ളായ ഒരു ജ്യൂസോ എന്തെങ്കിലും ഒന്ന് സോഡയിലേക്ക് ഇടുന്നു, അതിങ്ങനെ പതഞ്ഞു പൊങ്ങി വരുന്നത് കാണാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ നല്ല രസമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാനും ഒരു യൂട്യൂബിൽ ഒരു ഫുൾജാർ സോഡയുടെ വീഡിയോ ഇടാമെന്ന് കരുതിയത്. ഞാനിവിടെ 3 ഫ്ലേവർ വെച്ചിട്ടാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന് നമ്മുടെ നന്നാറി സിറപ്പ് വെച്ചിട്ട് പഞ്ചസാരയൊക്കെ ചേർത്ത് നല്ല മധുരത്തിൽ ഉപ്പിടണം. ഇത് നിർബന്ധമായിട്ട് ഇതിന് ഉപ്പിടണം. എന്നാലും അതിൻ്റെ കൂടെ മധുരവും ചേർത്ത് നല്ല മധുരവും ഉപ്പും കൂടി ചേർന്നൊരു രുചിയിലാണ് ആദ്യത്തെ ചെയ്തിരിക്കുന്നത്. പിന്നെ ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്ട്രോബെറി ജ്യൂസ് ഉപയോഗിച്ചിട്ട്, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിലും പഞ്ചസാര ചേർത്ത് തന്നെയാണ് ചെയ്തത്. പിന്നെ ഒരെണ്ണം ചെയ്തിട്ടുള്ളത് ഓറഞ്ച് ജ്യൂസ്, അതും പഞ്ചസാര ചേർത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിനയും പച്ചമുളകും ഒക്കെ ചേർത്ത് സ്പൈസി ആയിട്ടും ചെയ്യാം കേട്ടോ. മിക്കവാറും ഇപ്പോൾ എല്ലായിടത്തും അതിൻ്റെ ഒരു റെസിപ്പി അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് പിന്നെ ഞാനത് ചെയ്യാതിരുന്നത്. കുറച്ചൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഓർത്തു. പക്ഷേ അതും നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ പുതിനയൊക്കെ ഇട്ടിട്ട് സ്പൈസി സോഡ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു വലിയ ഗ്ലാസും ഒരു കുഞ്ഞു ഗ്ലാസ്സും ആവശ്യമാണ്. നമ്മൾ വലിയ ഗ്ലാസ്സിൽ സോഡ നിറച്ചിട്ട് കുഞ്ഞു ഗ്ലാസ്സിൽ നമ്മൾ ഏത് ഫ്ലേവറാണോ ചേർക്കുന്നത് അതിൻ്റെ മുകൾ ഭാഗത്ത് 1 ടീസ്പൂണോളം ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്തിട്ട് നമ്മൾ സോഡയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഉപ്പ് സോഡയായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോഴാണ് ഇത് പതഞ്ഞ് പൊങ്ങി വരുള്ളൂ. അപ്പോൾ അതിന് ഉപ്പിൻ്റെ അളവ് കുറവാണെങ്കിൽ സോഡ നന്നായിട്ട് പതഞ്ഞ് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ഈ തുടക്കത്തിലെ വീഡിയോ കണ്ടാൽ അറിയാം, നന്നാറിയിൽ ഞാൻ അത്ര ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിലെ ഒരു പത വരുന്നത് കുറച്ച് കുറവാണ്. പക്ഷേ ലാസ്റ്റ് ഓറഞ്ചിൽ എത്തുമ്പോഴേക്കും നന്നായിട്ട് പതഞ്ഞ് വരുന്നത് കാണാം. അപ്പോൾ ഉപ്പാണ് ഇതിലെ മെയിൻ ഒരു താരം എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതുമല്ല. അതുകൊണ്ട് തന്നെ ഫുൾജാർ സോഡ ഒരു ആരോഗ്യകരമായ പാനീയം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വല്ലപ്പോഴൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം, അത്ര തന്നെ. എസ്പെഷ്യലി ബ്ലഡ് പ്രഷറൊക്കെ ഉള്ളവർക്ക് ഒട്ടും ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം നല്ലപോലെ സാൾട്ട് ഉണ്ട്, എന്നാലേ ആ സോഡ അത്ര ഭംഗിയായിട്ട് പതഞ്ഞ് പൊങ്ങി വരുള്ളൂ. അവസാനത്തെ വീഡിയോ ചെയ്തത് മോനാട്ടോ. അവന് സോഡ ഒഴിക്കണം. ഇത് പതിഞ്ഞ് പൊന്തി വരുന്നത് കാണാൻ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ മോനൊറ്റ നിർബന്ധം, മോൻ തന്നെ സോഡ ഒഴിക്കണം എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ നോക്കിയാൽ കാണാം. സോഡയൊക്കെ കുറേ പുറത്താണ് പോയിട്ടുള്ളത്. സാരില്ല, എന്നാലും കുട്ടികളുടെ സന്തോഷമല്ലേ. അവൻ കുടിക്കുകയൊന്നും ചെയ്യില്ല, പക്ഷേ ആൾക്ക് ഇതിലൊക്കെ ഒരു ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ നമ്മൾ ഫുൾജാർ സോഡ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ ഒരു തവണ ട്രൈ ചെയ്യാൻ മാത്രമേ ഞാൻ പറയുള്ളൂ കേട്ടോ. ടേസ്റ്റില്ലാഞ്ഞിട്ടല്ല, വെറുതെ എന്തിനാ കുറേ ഉപ്പൊക്കെ കഴിച്ച് ആരോഗ്യം കളയണത്. പിന്നെ ഈ ഗ്ലാസ് എപ്പോഴും അടിയിലൊരു പാത്രം വെച്ചിട്ട് വെക്കണം കേട്ടോ. കാരണം ഇത് നിറഞ്ഞു തുളുമ്പി എന്തായാലും പുറത്തേക്ക് വരും. അപ്പോൾ പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന ടേബിളും ക്ലോത്തൊക്കെ ചീത്തയായി പോകാതിരിക്കണമെങ്കിൽ എപ്പോഴും അടിയിലൊരു പാത്രം വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഫുൾജാർ സോഡയെ പറ്റി കൂടുതലൊന്നും പറയാനില്ല. വളരെ ഈസിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഒരു കൊച്ചു കുട്ടിക്ക് പോലും ചെയ്യാൻ കഴിയുന്ന അത്ര എളുപ്പമാണ് ഈ സോഡ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത തവണ വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.